നമസ്കാരം. തൃശൂർ വാർത്തകളിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയുടെ ഭാഗമായി മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ 13-ന് ടൗൺ ഹാളിൽ ജില്ലാ തദ്ദേശ അദാലത്ത് നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യഥാവിധി അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കുള്ള സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ, മന്ത്രിക്ക് ലഭിച്ച നിവേദനം, സ്ഥിരം അദാലത്ത് സമിതി, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസുകൾ എന്നിവയിൽ പൊതുജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പരാതികൾ, നിർദ്ദേശങ്ങൾ എന്നിവ പരിഗണിക്കും. വെള്ളക്കെട്ടിലും സ്ഥലപരിമിതിയിലും തിങ്ങിഞ്ഞെരുങ്ങുന്ന തൃശൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ റോഡിലേക്ക് ഇറങ്ങിയാലും വൻ കുരുക്ക്. കുന്നംകുളം, കോഴിക്കോട്, വാടാനപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള ബസ്സുകൾ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് വരുന്നതും ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ സ്വരാജ് റൗണ്ടിലേക്ക് പോകുന്നതും ഇതുവഴിയാണ്. ബസ്സിൽ യാത്രക്കാരെ കയറ്റാൻ ദിവാൻജി മൂല ജംഗ്ഷൻ സമീപം നിർത്തുന്നതും കുരുക്കുണ്ടാക്കുന്നു. ട്രാഫിക് നിയന്ത്രിക്കാൻ ഇവിടെ പലപ്പോഴും പോലീസുകാരുമില്ല. റോഡ് മുറിച്ചു കടക്കാനും ജീവൻ പണയം വെക്കണം. ടൈൽ വിരിച്ചെങ്കിലും സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ വൻ വെള്ളക്കെട്ടാണ്. എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കേസിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ കോടതി വളപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രീലങ്കൻ സ്വദേശിയെ 10 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. തിരച്ചിൽ വിഫലമായതോടെ വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന അഭ്യർത്ഥനയുമായി തൃശൂർ വെസ്റ്റ് ടൗൺ പോലീസ് രംഗത്തെത്തി. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട അജിത് കിഷൻ പെരേരയാണ് ജൂലൈ 24-ന് തൃശൂർ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ലഹരിമരുന്ന് കേസിൽ ഫോർട്ട് കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ ജൂണിലാണ് വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയത്. ജയിലിൽ ലഹരിമരുന്ന്, മൊബൈൽ ഉപയോഗം എന്നിവ പിടിക്കപ്പെട്ടതോടെ ആ കേസിൽ ഹാജരാക്കാനാണ് അയ്യന്തോളിലെ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. 160 സെന്റിമീറ്റർ ഉയരവും ഇരുനിറവുമുള്ള ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ വെസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് അറിയിച്ചു. ആളൂർ സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കൊല്ലം പത്മനമോനം വീട് കോളനിയിലെ നിയാസിനെ ആളൂർ SHO KM ബിനീഷ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച ഇയാളെ കൊല്ലം പത്മനയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എരുമപ്പെട്ടി വടക്കാഞ്ചേരിപ്പുഴ കരകവിഞ്ഞൊഴുകി കുണ്ടന്നൂർ ചുങ്കത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ റേഷൻ കടയിലെ 1741 കിലോ ഭക്ഷ്യസാധനങ്ങൾ നശിച്ചു. ലൈസൻസി PP വിൻസെന്റിന്റെ കടയിലാണ് വെള്ളം കയറിയത്. രാത്രിയിൽ അതിവേഗത്തിൽ വെള്ളം കയറിയതിനാൽ ചാക്കുകൾ മാറ്റാൻ സാധിച്ചില്ല. 500 കിലോ പുഴുക്കലരി, 650 കിലോ പച്ചരി, 250 കിലോ കുത്തരി, 150 കിലോ ഗോതമ്പ്, 191 ആട്ട പാക്കറ്റ് എന്നിവയാണ് നശിച്ചത്. ഭക്ഷ്യസാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുന്നതിന് നെല്ലുവായി റേഷനിംഗ് ഇൻസ്പെക്ടർ നിർദ്ദേശം നൽകി. കുറ്റിക്കാട് ട്രാൻസ്ഫോർമർ വെള്ളക്കെട്ടിലാകുന്നതോടെ വൈദ്യുതിയും കുടിവെള്ളവും മുടങ്ങുന്നത് പതിവാകുന്നതായി പരാതി. പരിയാരം പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശമായ കുറ്റിക്കാട് പാറക്കുന്നിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോർമറാണ് പ്രദേശവാസികളെ വലയ്ക്കുന്നത്. ഇതുമൂലം കപ്പത്തോടിന്റെ കരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്തെ ജലാശയങ്ങളിലെ മലിനീകരണം ഇല്ലാതാക്കാൻ ശാസ്ത്രീയ പദ്ധതി നടപ്പാക്കുന്നു. ശുചിത്വ മിഷൻ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.25 കോടി രൂപയുടെ മലിനജല സംസ്കരണ പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് ചെയർപേഴ്സൺ TK ഗീത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ പരിധിയിലെ പെരിയാറിലേക്കും കൈവഴിയായ കനോലി കനാലിലേക്കും മലിനജലം എത്തിച്ചേരുന്ന കാവിൽക്കടവ് കനാൽ, ശൃംഗപുരം ഉൾപ്പെടെ 5 ചെറുതോടുകളിൽ ഡ്രെയിനേജ് ആൻഡ് ട്രീറ്റ്മെന്റ് സിസ്റ്റം എന്ന മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുകയും ശുദ്ധീകരിച്ച ജലം നദിയിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കും സ്ഥലപരിശോധനകൾക്കുമായി ജില്ലാ ശുചിത്വ മിഷൻ സംഘം നഗരസഭയിൽ എത്തി പദ്ധതിയുടെ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചു. ചേർപ്പ് തൃപ്രയാർ റോഡിൽ മുത്തുള്ളിയാലിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ വൻ മരമാണ് വീണത്. വൈദ്യുത ലൈനുകൾ തകർന്നത് കാരണം പ്രദേശത്തെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. അധികൃതർ എത്തിയാണ് മരം മുറിച്ചു മാറ്റാൻ തുടങ്ങിയത്. വാടാനപ്പള്ളി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ നാമജപയജ്ഞം സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ ശിവക്ഷേത്രം ഭരണസമിതിയായ മലബാർ ദേവസ്വം ബോർഡ് ട്രസ്റ്റി അംഗം കർക്കടക വാവുബലിയെ അപകീർത്തികരമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത് പ്രതിഷേധിച്ചായിരുന്നു സമരം. ശിവക്ഷേത്ര മൈതാനത്ത് നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട ജില്ലാ ദേവസ്വം സെക്രട്ടറി ഭരതൻ കല്ലാറ്റ് അധ്യക്ഷനായി. തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ മുഖ്യ പ്രഭാഷണം നടത്തി.
ഗണേശമംഗലം ശാഖാ പ്രസിഡന്റ് പ്രദീപ് ഭണ്ഡാരൻ, ദേവസ്വം സെക്രട്ടറി മുകുന്ദൻ നേതൃത്വം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.